നമസ്കാരം. മിഡിസ്റ്റ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 14ാമത് പ്രവാസി ഭാരതീയ ദിവസ് ബംഗളൂരു ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ തുടങ്ങി. മൂന്ന് ദിനം നീളുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് 7000 പ്രതിനിധികൾ. പ്രധാനമന്ത്രി നാളെ പ്രസംഗിക്കും. ഗൾഫ് പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടത് ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കുവൈത്തിൽ വിദേശികളുടെ പണമിടപാടിന് നികുതി വരുന്നു. നികുതിക്ക് ശുപാർശ ചെയ്യുന്ന സ്വകാര്യ ബിൽ പാർലമെന്റിന്റെ പരിഗണനയിൽ. നികുതി അടയ്ക്കാത്തവർക്ക് തടവും പിഴയും. കുവൈത്തിൽ നിന്ന് പ്രതിവർഷം 1 ലക്ഷം വിദേശികളെ നാടുകടത്തണമെന്ന എംപിമാർ. പദ്ധതി ജനസംഖ്യയും തൊഴിൽ വിപണിയും പരിഗണിച്ച് നടപ്പാക്കണം. രാജ്യത്തെ വിദേശികളുടെ വിവരങ്ങൾ ശേഖരിക്കണമെന്നും ആവശ്യം. ചില കേസുകളിൽ UAPA ചുമത്തിയതിൽ പിഴച്ചെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്തരം കേസുകൾ DGP പരിശോധിക്കും. മുസ്ലിങ്ങളെ പോലീസ് വേട്ടയാടുന്നെന്ന മുസ്ലിം ലീഗിന്റെ പ്രചരണം ആടിനെ പട്ടിയാക്കലെന്നും മുഖ്യമന്ത്രി. ബന്ധുനിയമന കേസിൽ EP ജയരാജനെതിരെ തുടരന്വേഷണത്തിന് വിജിലൻസ് കോടതിയുടെ അനുമതി. ജയരാജൻ 1ാം പ്രതിയായുള്ള FIR കോടതി സ്വീകരിച്ചു. മുഖ്യമന്ത്രിയുടെ പങ്കും അന്വേഷിക്കണമെന്ന വിജിലൻസിന് രമേശ് ചെന്നിത്തലയുടെ കത്ത്. വിശദമായ വാർത്തകളിലേക്ക്. 14ാമത് പ്രവാസി ഭാരതീയ ദിവസ് ബംഗളൂരു ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ തുടങ്ങി. യുവപ്രവാസികളുടെ സംഗമത്തോടെയാണ് ത്രിദിന സമ്മേളനം ആരംഭിച്ചത്. ബംഗളൂരു ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന സമ്മേളനത്തിൽ 7000 പ്രതിനിധികളാണ് പങ്കെടുക്കുക. യുവജനകാര്യ സഹമന്ത്രി വിജയ് ഗോയൽ, പ്രവാസികാര്യ സഹമന്ത്രി ജനറൽ VK സിംഗ് എന്നിവർ ചേർന്നാണ് യുവ പ്രവാസി സംഗമത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, കേന്ദ്ര യുവജനകാര്യ സഹമന്ത്രി വിജയ് ഗോയൽ എന്നിവർ പ്രസംഗിച്ചു. സുരിനാം വൈസ് പ്രസിഡന്റ് മൈക്കിൾ അഷിൻ അധിനായിരുന്നു സമ്മേളനത്തിലെ മുഖ്യാതിഥി. പ്രവാസി പ്രശ്നങ്ങളിൽ സമയബന്ധിത പരിഹാരം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി ജനറൽ VK സിംഗ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഗൾഫ് മേഖലയിൽ കൂടുതൽ സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തുമെന്നും സർക്കാർ അറിയിച്ചു. നാളെ PBD ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി സമൂഹം. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിൽ പ്രവാസി യുവാക്കളുടെ പങ്ക്, വിദേശത്തുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ വഹിക്കേണ്ട പങ്ക്, സ്റ്റാർട്ടപ്പുകളുടെ പ്രാധാന്യം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ സമാന്തര സെഷനുകളും നടക്കുന്നുണ്ട്. മുൻ പ്രവാസി സമ്മേളനങ്ങളെ കവച്ചുവെക്കുന്ന വിധത്തിലാണ് ഇത്തവണ പ്രതിനിധി പങ്കാളിത്തം. പ്രവാസി പ്രശ്നങ്ങളിൽ ചില നടപടികൾ ഉണ്ടാകുമെന്ന മന്ത്രി VK സിംഗിന്റെ പ്രഖ്യാപനം പ്രതീക്ഷ പകരുന്നതാണ്. എന്നാൽ പ്രയോഗതലത്തിൽ ഇത് എത്ര കണ്ട് നടപ്പാകുമെന്നാണ് പ്രവാസ ലോകം ഉറ്റുനോക്കുന്നത്. ക്യാമറ പേഴ്സൺ സുരേഷ് ഇരുമ്പനത്തിനൊപ്പം MCA നാസർ, മീഡിയ 1, ബംഗളൂരു. പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് കാതോർത്ത് പ്രവാസി സമൂഹം. പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ നിരാശപ്പെടുത്തില്ലെന്ന പ്രതീക്ഷയിലാണ് സമ്മേളനത്തിനെത്തിയ ഗൾഫ് പ്രതിനിധികൾ. 14ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച് പ്രധാനമന്ത്രി നാളെ എന്തു പറയുന്നു എന്ന് ഉറ്റുനോക്കുകയാണ് ഗൾഫ് മേഖലയിൽ നിന്നുള്ളവർ. കാലത്ത് 10 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി തങ്ങളെ നിരാശപ്പെടുത്തില്ലെന്ന് തന്നെയാണ് കരുതുന്നതെന്ന് പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ കൂട്ടായ്മയായ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് YA റഹീം പറഞ്ഞു. എന്നാൽ വ്യാപക പ്രചാരണം നടത്തിയും സ്പോൺസർ ചെയ്തും ഗൾഫ് മേഖലയിൽ നിന്ന് കൂടുതൽ പ്രതിനിധികളെ എത്തിച്ചു എന്നതല്ലാതെ പ്രവാസി പ്രശ്നങ്ങളിൽ കാതലായ ഒരു നടപടിയും ഉണ്ടാകില്ലെന്ന് OICC ജിദ്ദ പ്രസിഡന്റ് KTA മുനീർ വ്യക്തമാക്കി. സാധാരണ പ്രവാസികളുടെ പങ്കാളിത്തം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഈ മേളയും ഈ PBDയും വലിയ പരാജയമായിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അതേസമയം പ്രവാസികളുമായി ബന്ധപ്പെട്ട സുപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ഉന്നയിക്കുക തന്നെ ചെയ്യുമെന്ന് സലാലയിൽ നിന്നുള്ള PK കബീർ പ്രതികരിച്ചു. കാലിക്കറ്റ് എയർപോർട്ട് വിഷയത്തിൽ കേന്ദ്ര ഇടപെടൽ തേടി കേരള പ്രവാസി കൗൺസിൽ പ്രതിനിധി PA അംസയും രംഗത്തുണ്ട്. ഞങ്ങൾക്ക് ഈ പ്രവാസി ഭാരത് സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ളത് അധികാരികളുടെ മുമ്പിൽ കോഴിക്കോട് എയർപോർട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മാറ്റിക്കൊണ്ട് പഴയ രീതിയിൽ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അതേസമയം സമ്മേളനത്തിൽ നിന്ന് ഗൾഫ് സെഷൻ തന്നെ വേണ്ടെന്ന് വെച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. MCA നാസർ, മീഡിയ 1, ബംഗളൂരു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് MCA നാസർ ചേരുന്നു. നാസർ, പ്രവാസി ഭാരതീയ ദിവസിന്റെ ആദ്യ ദിനം പിന്നിടുകയാണ്. ഇന്ന് പ്രധാനമായും എന്തൊക്കെ പരിപാടികളാണ് ഉണ്ടായിരുന്നത്? പ്രവാസികളുടെ ഒരു പങ്കാളിത്തം എത്രത്തോളം ഉണ്ടായിരുന്നു?
ശ്രുതി, തീർച്ചയായിട്ടും 14ാമത് PPD-യെ സംബന്ധിച്ചിടത്തോളം വലിയ പങ്കാളിത്തം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ കണക്കുകൾ നോക്കുമ്പോൾ അത്ര വർദ്ധിച്ച തോതിലുള്ള ഒരു വിദേശ പ്രാതിനിധ്യം ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാവും. കാരണം ഇതുവരെയുള്ള PPD-യിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതാണ്ട് 7000-ത്തിലധികം പേർ രജിസ്റ്റർ ചെയ്തു എന്നാണ് ിരിക്കുന്നത്. പക്ഷെ ഇതിൽ 1600 പേർ മാത്രമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്നത്. അതും ഗൾഫ് മേഖലയിൽ നിന്ന് തന്നെയാണ്. പകുതി ശതമാനം, ഒരു 600 പേരെങ്കിലും ഗൾഫ് മേഖലയിൽ നിന്ന് എത്തിയിരിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്രയേറെ രാജ്യങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ആ രാജ്യങ്ങളിൽ നിന്ന് വലിയൊരു പ്രതികരണമൊന്നും, നിരന്തരമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തിയിട്ട് പോലും ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, പല രാജ്യങ്ങളിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് എംബസികളും കോൺസുലേറ്റ് മുഖേനയാണ് ഇവിടെ എത്തിച്ചത്. ഇത്രയൊക്കെ നീക്കം നടത്തിയിട്ട് പോലും ഈ പങ്കാളിത്തം ഈ അർത്ഥത്തിൽ കുറഞ്ഞു എന്നാണ് ശരിക്കും വിലയിരുത്തപ്പെടേണ്ടത്. പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ വലിയ തോതിലുള്ള പ്രാതിനിധ്യമുണ്ട്. പക്ഷേ വിദേശത്ത് നിന്നുള്ള പ്രതിനിധികളുടെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള ഒരു വർധനയോ വലിയൊരു പ്രതികരണമോ ഉണ്ടായിട്ടില്ല എന്ന് കൂടി നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ രാവിലെ നടന്ന യൂത്ത് PPD സമ്മേളനം യുവാക്കളുമായി ബന്ധപ്പെട്ട അവരുടെ പങ്കാളിത്തമായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. മന്ത്രിമാരും അവരുമായിട്ട് നിരന്തരമായിട്ടുള്ള ആശയവിനിമയം. അതോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ, അതോടൊപ്പം തന്നെ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട ഉപരിപഠനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ ചർച്ചയ്ക്ക് വന്നു എന്നതല്ലാതെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു ചർച്ചയോ സമ്മേളനമോ ഇന്ന് നടന്നിട്ടില്ല. പക്ഷെ ഏറ്റവും ആളുകൾ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് അതിൽ പ്രധാനമന്ത്രി എന്ത് പറയുന്നു എന്നതാണ്. തുടർന്നാണ് ഈ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി പ്രശ്നങ്ങളും എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഓൺലൈൻ മുഖേനയുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങൾ, ഇത്തരം എല്ലാ വിഷയങ്ങളും ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിമാരുടെ സെഷൻ നടക്കാനിരിക്കുകയാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ആരായിരിക്കും കേരളത്തെ പ്രതിനിധീകരിക്കുക? ശ്രുതി, ഏറ്റവും അവസാനമാണ് പിണറായി വിജയൻ വരുന്നില്ല എന്ന ഒരു ഔദ്യോഗികമായിട്ടുള്ള വിവരം ഇവിടെ ലഭിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും രവീന്ദ്രനാഥായിരിക്കും പിണറായിക്ക് വേണ്ടി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക. സംസ്ഥാനത്തിന് വേണ്ടിയുള്ള നിക്ഷേപം സമാഹരിക്കാനും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വികസന പദ്ധതികൾ വിദേശത്ത് നിന്നുള്ള പ്രവാസി പ്രതിനിധികൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാനുള്ള ചുമതല വിദ്യാഭ്യാസ മന്ത്രിക്കായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഇവിടുത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദർശനത്തിൽ കേരളത്തിന്റെ പവലിയനുണ്ട്. അദ്ദേഹം മന്ത്രി അവിടെയും സന്ദർശനം നടത്തുമെന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. ശ്രുതി, നാസർ, പ്രവാസി ഭാരതി അവാർഡുകൾ നാളെ പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അവാർഡ് ആർക്കൊക്കെയാണെന്നുള്ള ഒരു വ്യക്തമായ ചിത്രം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ലിസ്റ്റിൽ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ? ശ്രുതി, ഇനിയും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ വർഷം പ്രവാസി ഭാരതീയ ദിവസ് നടന്നിരുന്നില്ല. കാരണം 2 വർഷം കൂടുമ്പോൾ മാത്രം ഇത്തരമൊരു സമ്മേളനം എന്നൊരു തീരുമാനത്തിലായിരുന്നു നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് എത്തിച്ചേർന്നത്. അതുകൊണ്ട് അതേസമയം അവാർഡ് നൽകുന്നത്, കാരണം ഒരു വർഷത്തിൽ 15 പേർക്കാണ് പ്രവാസി ഭാരതീയ പുരസ്കാരം നൽകാൻ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന തീരുമാനം. അത് പ്രകാരം 2 വർഷം കൂടി കണക്കുകൂട്ടി 30 പേർക്ക് പ്രവാസി ഭാരതീയ പുരസ്കാരം മറ്റന്നാൾ വൈകിട്ട് രാഷ്ട്രപതിയാവും വിതരണം ചെയ്യുക. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇത്തവണയും ഇത് സംബന്ധിച്ച് അന്തിമമായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടില്ല. പക്ഷേ സംബന്ധിച്ച ഒരു വ്യക്തമായിട്ടുള്ള ചിത്രം നമുക്ക് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ മലയാളികൾക്ക് ഇതിൽ ഇടം ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും അവസാനം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. പ്രത്യേകിച്ച് ഖത്തർ കേന്ദ്രമായിട്ടുള്ള ദോഹ ബാങ്കിന്റെ ഗ്രൂപ്പ് CEO സീതാറാം ഉൾപ്പെടെയുള്ളവർക്ക് പ്രവാസി പുരസ്കാരം ലഭിച്ചു എന്ന അനൌദ്യോഗികമായിട്ടുള്ള വിവരമുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ അബുദാബിയിലെ ഇന്ത്യ സോഷ്യൽ സെന്റർ പ്രവാസി കൂട്ടായ്മ എന്ന നിലക്ക് ഇന്ത്യ സോഷ്യൽ സെന്ററിനും അവാർഡ് ലഭിച്ചതായിട്ടുള്ള ചില വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെയും ഔദ്യോഗികമായിട്ടുള്ള വെളിപ്പെടുത്തൽ ഒരു പക്ഷേ എന്ന ഒരു സൂചനയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ബഹ്റൈനിലുള്ള ഒരു മലയാളി വ്യവസായ പ്രമുഖനും പ്രവാസി പുരസ്കാര പട്ടികയിൽ ഇടം ലഭിച്ചു എന്നത് പൂർണ്ണമായിട്ടുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടും ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനുണ്ട്. പ്രവാസി ഭാരതീയ ദിവസിന്റെ ആദ്യ ദിനം പിന്നിട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് പകരം നാളെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ രവീന്ദ്രനാഥായിരിക്കും നാളെ കേരളത്തെ പ്രതിനിധീകരിക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു ബംഗളൂരുവിൽ നിന്നും MC നാസർ. ഗൾഫിന് പ്രത്യേക സെഷനില്ലെങ്കിലും പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേന്ദ്രം സാധ്യമായതൊക്കെ ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി ധാനേശ്വർ മൊളെ പറഞ്ഞു. സമ്മേളന വിവരങ്ങൾ അറിയിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Ours is not a watch and wait.
the moment an issue comes, we take it head on. We try and see what are the various, policy measures available to us, what more can be done. Then these are, sometimes we get the guidance from the ministry, sometimes we put up our suggestions, and the decision making is extremely fast. Our minister, Madam Sushma Swaraj, she has a very detailed view of the entire diasporic, countries, and she is very quick in guiding us as to what are the next steps. We also work very closely with all other major ministries. ഇപ്പോൾ ഈ വാർത്തകളോട് പ്രതികരിക്കാൻ OICC ജിദ്ദ പ്രസിഡന്റ് KTA മുനീർ ചേരുന്നു. ശ്രീ മുനീർ, 14ാമത് പ്രവാസി ഭാരതീയ ദിവസത്തിന് തുടക്കമായിരിക്കുന്നു. എന്തൊക്കെയാണ് ഇത്തവണത്തെ പ്രതീക്ഷകൾ? ഇതിന് വിപരീതമായി പ്രവാസ ലോകത്ത് ഏറ്റവും അധികം ഉള്ള ഒരു സമയത്താണ് ഡിമോണിറ്ററൈസേഷന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിന് ഇടയിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. പ്രത്യേകിച്ചും പ്രവാസികളായ ഗൾഫ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പ്രവാസി ഭാരതീയ സമ്മേളനം ബാംഗ്ലൂരിൽ നടക്കുന്നത്. ഈ സമയത്ത് പ്രത്യേകിച്ചും പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൾഫ് മേഖലയിലെ പ്രവാസികളുടെ സവിശേഷമായ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടന സെഷനിൽ അഭിമുഖീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പരിപാടിയുടെ അജണ്ടയിൽ ഒന്നും തന്നെ പ്രത്യേകിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാനുള്ള മുൻകാലങ്ങളിലൊക്കെ തന്നെ UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒക്കെ ഗൾഫ് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക സെഷനുകൾ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ നാളെയും മറ്റന്നാളും നടക്കുന്ന പ്രധാനമായിട്ടുള്ള ചർച്ചകളിലൊന്നും തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അജണ്ടയും കാണുന്നില്ല. ഇപ്പോൾ ആകെ മറ്റന്നാൾ രാവിലെ ഒരു സെഷനിൽ ECR എമിഗ്രേഷൻ ക്ലിയറൻസ് റിക്വയർഡ് കൺട്രീസിലെ ആക്ടിവിറ്റീസിനെ കുറിച്ച്, അവിടുത്തെ വെൽഫെയർ പ്രവാസി ലേബേഴ്സിനെ കുറിച്ച് ഉള്ള ഒരു ചർച്ച, 1 മണിക്കൂറിന്റെ ഒരു ചർച്ചയെ കുറിച്ചുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ലഭ്യമായിട്ടുള്ളത്. പക്ഷേ അത് തന്നെ കീപ്പായി ചേഞ്ച് ചെയ്യും എന്നും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടുന്ന് കിട്ടുന്ന അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നുമാണ് ഇന്ന് നടന്ന PBD സെഷനിൽ ഞങ്ങൾക്ക് കേൾക്കാനിടയായിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇവിടെ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നേരത്തെ ഇവിടെ വാർത്തയിൽ സൂചിപ്പിക്കുകയുണ്ടായി, സംസ്ഥാന ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല എന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഏറ്റവും അധികം പ്രവാസികൾ ഉള്ള ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ അത്തരത്തിലുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കാതെ പോവുക എന്നുള്ളത് എന്തെങ്കിലും വിധത്തിൽ പ്രവാസികൾക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു വേദിയിൽ നമ്മുടെ ഒരു ശക്തമായ സാന്നിധ്യം ഇല്ലാതെ പോകുന്നതിന് തുല്യമാകും. പ്രത്യേകിച്ചും ഈ പുനരധിവാസം അതുപോലെ തന്നെ പ്രവാസികളുടെ വിഷയങ്ങളൊക്കെ. ശ്രീ മുനീർ, പ്രധാനമന്ത്രി ഇതിനോടകം നിരവധി ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. പക്ഷേ പ്രവാസികൾക്കായി കാര്യമായൊരു പ്രഖ്യാപനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നാളെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള സാഹചര്യം വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും നമുക്ക് കാണാമെങ്കിലും പ്രത്യേകിച്ചും ഒരു വലിയ ഒരുക്കം ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള കാര്യങ്ങളിൽ, പക്ഷേ പ്രവാസി മേഖലകളിൽ നിന്നും പങ്കെടുക്കുന്ന പ്രതിനിധികളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റു സംഘടനാ നേതൃത്വങ്ങളുടെ കാര്യത്തിലോ ഒരു വലിയ രീതിയിലുള്ള ഒരു 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 തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ഒരു പ്രസ്താവോ അവിടെ കാണാനില്ല. പ്രധാനമായിട്ടും വിദേശകാര്യ വകുപ്പിന്റെ അണ്ടറിൽ നടക്കുന്ന ഒരു പ്രവാസി ഭാരതീയ സമ്മേളനം. മുൻകാലങ്ങളിലൊക്കെ തന്നെ പ്രവാസികാര്യ വകുപ്പുണ്ടായിരുന്നു. പക്ഷെ പ്രവാസി വകുപ്പ് ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ വിദേശകാര്യ വകുപ്പിന്റെ ഒരു പ്രത്യേക ഡിവിഷൻ ആയിക്കൊണ്ട് നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ, എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രവാസി ഇന്ത്യക്കാരുടെ സഹകരണം ഏത് രീതിയിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾക്കൊക്കെ തന്നെയാണ് പ്രാധാന്യം നൽകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് മേഖലയിലുള്ള ദശലക്ഷക്കണക്കിന് പ്രവാസി ഇന്ത്യക്കാരുടെ സവിശേഷമായ പ്രശ്നങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രി. നന്ദി ശ്രീ KTA മുനീർ. മറ്റു വാർത്തകൾ നോക്കാം. പ്രവാസി ഭാരതീയ സമ്മേളന നഗരിയിൽ ഒരുക്കിയ എക്സിബിഷൻ വൈവിധ്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി. 100ലധികം സ്റ്റാളുകളാണ് 2 ഇടങ്ങളിലായി ഒരുക്കിയ പ്രദർശനത്തിലുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളും സംസ്ഥാനങ്ങളുമാണ് സ്റ്റാളുകളിൽ കൂടുതലും ഒരുക്കിയിരിക്കുന്നത്.
സംരംഭകരെ ആകർഷിക്കാനും ടൂറിസം കേന്ദ്രങ്ങളും വിവിധ പദ്ധതികളും പരിചയപ്പെടുത്താനുമാണ് ഇവ മുൻഗണന നൽകിയത്. 1000 ചതുരശ്ര മീറ്ററിൽ ഒരുക്കിയ കർണാടക സർക്കാരിന്റെ സ്റ്റാളാണ് കൂടുതൽ പേരെ ആകർഷിച്ചത്. കേരളത്തിന്റെ സ്റ്റാൾ നിർമ്മാണത്തിലെ മനോഹാരിത കൊണ്ടാണ് പ്രതിനിധികളെ ആകർഷിച്ചത്. കേരള സർക്കാരിന്റെ പുതിയ പദ്ധതികളായ ആർദ്രം, ഹരിത കേരളം, ലൈഫ് എന്നിവയും വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളും നിക്ഷേപ സാധ്യതകളുമെല്ലാം ഇതിൽ പരിചയപ്പെടുത്തുന്നു. ജമ്മു കാശ്മീരിൽ നിന്നുള്ള ക്രാഫ്റ്റ് മ്യൂസിയം, സ്കൂൾ ഓഫ് ഡിസൈനിങ്ങിന്റെ സ്റ്റാളും പുത്തൻ അനുഭവമായി. പുതിയ ഇനം കാർപ്പറ്റുകളും വസ്ത്രങ്ങളും ബാഗുകളും കരകൗശല വസ്തുക്കളും വിളക്കുകളുമെല്ലാമാണ് ഇതിലൊരുക്കിയിട്ടുള്ളത്. കർണാടകയ്ക്ക് പുറമെ കേരളം, ഗുജറാത്ത്, ഡൽഹി, ജമ്മു കാശ്മീർ, പഞ്ചാബ്, മഹാരാഷ്ട്ര, പുതുച്ചേരി, അസം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഹരിയാന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്റ്റാളുകളാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത്. രാജ്യത്തെ പ്രമുഖ ബാങ്കുകളുടെയും സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളുടെയും പ്രസാധകരുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും എല്ലാം സ്റ്റാളുകളും ഇടം പിടിച്ചിരുന്നു. മീഡിയ 1, ബംഗളൂരു. ഖത്തറിൽ 2 തമിഴ്നാട് സ്വദേശികൾക്ക് വധശിക്ഷ വിധിച്ച സംഭവത്തിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. തമിഴ്നാട് സ്വദേശികളായ അളഗപ്പ സുബ്രഹ്മണ്യൻ, ചെല്ലദുരൈ പെരുമാൾ എന്നിവരുടെ വധശിക്ഷ കഴിഞ്ഞ ആഴ്ചയാണ് ഖത്തർ സുപ്രീം കോടതി ശരിവച്ചത്. ഇരുവരെയും രക്ഷപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ച വ്യക്തിക്ക് നൽകിയ മറുപടിയിലാണ് സ്ഥാനപതിയോട് വിശദീകരണം തേടിയ കാര്യം മന്ത്രി അറിയിച്ചത്. 2012-ൽ സ്വദേശി വൃദ്ധയെ കൊലപ്പെടുത്തിയ കേസിലാണ് കോടതി ഇന്ത്യക്കാരുടെ വധശിക്ഷ ശരിവച്ചത്. വിദേശികളുടെ പണമിടപാടിന് നികുതി ഏർപ്പെടുത്തണമെന്ന വ്യവസ്ഥ ചെയ്യുന്ന സ്വകാര്യ ബിൽ ഫൈസൽ അലി കന്തരി MP കുവൈത്ത് പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വെച്ചു. വിദേശികൾ അയക്കുന്ന പണത്തിന് നികുതി ചുമത്തണമെന്ന് ബില്ല് നിർദ്ദേശിക്കുന്നു. 100 ദിനാറിൽ താഴെയാണ് അയക്കുന്ന തുകയെങ്കിൽ 2%, 499 ദിനാർ വരെ 4%, ഇതിനു മുകളിലുള്ള തുകക്ക് 5%. ഇതാണ് പാർലമെന്റ് പരിഗണിക്കുന്ന ബില്ലിലെ പ്രധാന നിർദ്ദേശം. പണമിടപാട് നടത്തുന്ന ബാങ്കുകളും സ്ഥാപനങ്ങളും നികുതിപ്പണം ചെക്കായോ മണി ഓർഡറായോ രാജ്യത്തിന്റെ ഖജനാവിലെത്തിക്കണം. നികുതി അടയ്ക്കാതെ പണം അയക്കുന്നവർക്കുള്ള ശിക്ഷ 6 മാസം വരെ തടവും 10,000 ദിനാർ വരെ പിഴയുമാണ്. ഇതിനിടെ മൂല്യവർദ്ധിത നികുതി സമ്പ്രദായം ഏർപ്പെടുത്താൻ 5 വർഷം വരെ സമയം അനുവദിക്കണമെന്ന് രാജ്യാന്തര നാണയനിധി കുവൈത്തിനോട് ആവശ്യപ്പെട്ടു. 2018-നകം വാറ്റ് ഏർപ്പെടുത്താൻ മിക്ക ഗൾഫ് രാജ്യങ്ങളും നടപടികൾ സ്വീകരിക്കുന്നുവെന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം. വിദ്യാഭ്യാസം, ആരോഗ്യം, ധനകാര്യ സേവനം, റിയൽ എസ്റ്റേറ്റ്, പ്രാദേശിക ഗതാഗത സംവിധാനം, എണ്ണ, വാതക മേഖല എന്നിവയെ വാറ്റിൽ നിന്ന് ഒഴിവാക്കണമെന്നും IMF നിർദ്ദേശിച്ചു. എന്നാൽ പൗരന്മാരുടെ താൽപര്യവും രാജ്യത്തിന്റെ ആവശ്യവും അനുസരിച്ചാകും സാമ്പത്തിക പരിഷ്കരണമെന്ന് ധനമന്ത്രി അനസ് അൽസാലെ പറഞ്ഞു. കമ്പനികൾക്ക് 10% നികുതി, 5% വാറ്റ് എന്നിവ പ്രസക്തമാണെങ്കിലും നിയമവ്യവസ്ഥയിൽ അവ രണ്ടും ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ജനസംഖ്യാ സന്തുലനവും തൊഴിൽ വിപണിയിലെ ക്രമീകരണവും ലക്ഷ്യമിട്ട് പ്രതിവർഷം കുവൈത്തിൽ നിന്ന് 1 ലക്ഷം വിദേശികളെ നാടുകടത്തുന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്ന് എംപിമാരായ വലീദ് അൽ തബ്തബായി, ഡോക്ടർ മുഹമ്മദ് അൽ ഹുവൈല, ഡോക്ടർ ആദിൽ അലി ദംഹി, ഉസാമ അൽ ഷാഹിൻ എന്നിവരാണ് വിദേശികളെ കുറച്ചുകൊണ്ടുവരാൻ സർക്കാർ നടപടി ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പ്രതിവർഷം 1,00,000 പേരെ ഒഴിവാക്കിയാൽ 10 വർഷം കൊണ്ട് 10 ലക്ഷം പേരെ ഒഴിവാക്കാം. ഇതായിരുന്നു വലീദ് അൽ തബ്തബായി MP-യുടെ നിർദ്ദേശം. ഇദ്ദേഹത്തിന്റെ മറ്റു നിർദ്ദേശങ്ങൾ ഇവയാണ്: രാജ്യത്തെ വിദേശികളുടെ തരം തിരിച്ചുള്ള കണക്കുണ്ടാക്കണം. ശേഷം ഓരോ രാജ്യത്തിനും ക്വാട്ട നിശ്ചയിക്കണം. ഓരോ രാജ്യക്കാരുടെ എണ്ണവും നിശ്ചിത ക്വാട്ടയിൽ കൂടുതൽ അനുവദിക്കരുത്. ജനസംഖ്യയിൽ പകുതിയിൽ കൂടുതൽ സ്വദേശികളാവുന്ന തരത്തിലേക്ക് ക്രമീകരണം വരണം. നിലവിലെ സാഹചര്യത്തിൽ സമഗ്രമാറ്റം വേണമെന്നും തബ്തബായി ആവശ്യപ്പെട്ടു. സ്വദേശി വിദേശി അനുബന്ധത്തിലെ വിടവ് കുവൈത്തിനും ഭീഷണിയായതായി ഡോക്ടർ മുഹമ്മദ് അൽ ഹുവൈല MP-യും അഭിപ്രായപ്പെട്ടു. വിദേശികളുടെ എണ്ണം 50% വരെ കുറക്കണമെന്നാണ് അദ്ദേഹത്തിന്റെയും ആവശ്യം. സമാന ആവശ്യമാണ് ഉസാമ അൽ ഷാഹിൻ MP-യും ഉന്നയിച്ചത്. എന്നാൽ മനുഷ്യ കച്ചവടക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുത്താകണം തൊഴിൽ വിപണിയിലെ ക്രമീകരണമെന്ന് പാർലമെന്റിലെ മനുഷ്യാവകാശ സമിതി മേധാവി ഡോക്ടർ ആദിൽ അൽ ദംഹി പറഞ്ഞു. നിസാർ കെ റഷീദ്, മീഡിയ 1, കുവൈത്ത്. UAE-യുടെ ആദ്യ ആണവോർജ്ജ നിലയത്തിന്റെ നിർമ്മാണം 75% പൂർത്തിയായതായി എമിറേറ്റ്സ് ന്യൂക്ലിയർ എനർജി കോർപ്പറേഷൻ. 2020-ൽ പ്ലാന്റിൽ നിന്ന് വൈദ്യുതി വിതരണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 4 റിയാക്ടറുകളാണ് ഇവിടെ നിർമ്മിക്കുക. അബുദാബി എമിറേറ്റിന്റെ കിഴക്ക് ഭാഗത്ത് ബറാക്ക മരുഭൂമിയിലാണ് UAE-യുടെ ആദ്യ ന്യൂക്ലിയർ പ്ലാന്റിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ദക്ഷിണ കൊറിയൻ കമ്പനിയായ കൊറിയൻ ഇലക്ട്രിക് പവർ കോർപ്പറേഷന്റെ നേതൃത്വത്തിലെ കൺസോർഷ്യത്തിനാണ് നിർമ്മാണ ചുമതല. 2012-ലാണ് ആണവ നിലയത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായത്. 4 റിയാക്ടറുകളാണ് ഇവിടെ ഒരേ സമയം 4 വിഭാഗമായി തിരിച്ച് നിർമ്മിക്കുന്നത്. ഏറ്റവും കൂടുതൽ കാലതാമസം നേരിടുമെന്ന് പ്രതീക്ഷിക്കുന്ന 3-4 പ്ലാന്റുകളുടെ നിർമ്മാണം പകുതിയിലേറെ പൂർത്തിയായതായി ENES മേധാവി മുഹമ്മദ് അൽ ഹമ്മാദി പറഞ്ഞു. 3ാം റിയാക്ടറിന്റെ റിയാക്ടർ വെസൽ മേൽക്കൂര വരെ നിർമ്മിച്ചു കഴിഞ്ഞു. 4ാം റിയാക്ടറിന്റെ ടർബൈൻ ജനറേറ്റർ ഡക്കും പൂർത്തിയായി.
നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ രാജ്യത്തിന്റെ വൈദ്യുതോൽപാദനത്തിന്റെ കാൽഭാഗം ആണവ പ്ലാന്റിൽ നിന്നാക്കും. 120 ലക്ഷം ടൺ കാർബൺ ബഹിർഗമനം ഇതിലൂടെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, അബുദാബി. കഴിഞ്ഞ ഹജ്ജ് വേളയിലെ മശായിർ മെട്രോ സേവനം 100% വിജയകരമെന്ന വിലയിരുത്തൽ. 3 ലക്ഷത്തിലധികം തീർത്ഥാടകർ മിന, മുസ്തലിഫ, അറഫ പുണ്യനഗരികൾക്കിടയിൽ മെട്രോ ട്രെയിൻ സർവീസ് ഉപയോഗിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഹജ്ജ് വേളയിൽ മിന, മുസ്ദലിഫ, അറഫ പുണ്യനഗരികൾക്കിടയിൽ സർവീസ് നടത്തുന്ന മെട്രോ ട്രെയിനുകളിൽ കഴിഞ്ഞ വർഷം 3,11,000 പേരാണ് യാത്ര ചെയ്തതെന്ന് മശായിർ മെട്രോ പുറത്തിറക്കിയ റിപ്പോർട്ട് പറയുന്നു. ഈ കാലയളവിൽ സാങ്കേതിക തകരാറുകളൊന്നും നേരിട്ടിട്ടില്ലെന്നും മക്ക വികസന അതോറിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. മെട്രോ സർവീസ് 100% പ്രവർത്തനക്ഷമത നേടിയതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. തീർത്ഥാടകർക്ക് മെട്രോ സർവീസ് ഉപയോഗിക്കേണ്ട രീതികളെക്കുറിച്ച് ബോധവൽക്കരണം മക്ക വികസന അതോറിറ്റി നൽകാറുണ്ട്. അറബി, ഉറുദു, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലുള്ള ലഘുലേഖകളും വീഡിയോകളും ഇതിനായി ഉപയോഗിച്ചു വരുന്നു. അടുത്ത ഹജ്ജിന് മശായിർ മെട്രോയുടെ കൂടുതൽ സർവീസുകൾ ആരംഭിക്കാനുള്ള പഠനവും നടക്കുന്നുണ്ട്. ഓരോ വർഷവും ഹജ്ജ് അവസാനിക്കുന്നതോടെ മെട്രോ സർവീസുകളുടെ സേവനം മക്ക വികസന അതോറിറ്റി വിലയിരുത്താറുണ്ട്. മീഡിയ 1, ജിദ്ദ. വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജർക്ക് തങ്ങളുടെ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡുകൾ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡുകളാക്കി മാറ്റുന്നതിനുള്ള സമയപരിധി നീട്ടി. ജൂൺ 30 വരെയാണ് കാലാവധി നീട്ടിയത്. നിശ്ചിത കാലാവധിക്ക് മുമ്പേ OCI കാർഡുകൾക്ക് അപേക്ഷിക്കണം. നിലവിലെ PIO കാർഡിന്റെ കോപ്പിയും പാസ്പോർട്ട് കോപ്പിയും ഉപയോഗിച്ച് ഇന്ത്യൻ എംബസി വെബ്സൈറ്റ് വഴിയോ എംബസിയിൽ നേരിട്ടെത്തിയോ ആണ് അപേക്ഷ നൽകേണ്ടത്. OCI കാർഡ് സ്വന്തമായുള്ളവർക്ക് വിസയില്ലാതെ തന്നെ ഇന്ത്യയിലേക്ക് സഞ്ചരിക്കാനാകും. മെഡിക്കൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിലെല്ലാം കാർഡുടമകളുടെ മക്കൾക്ക് NRI വ്യവസ്ഥയിൽ അഡ്മിഷൻ ലഭിക്കുമെന്നും മസ്കത്ത് ഇന്ത്യൻ എംബസി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. UAE-യിലെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന ധാർമ്മിക വിദ്യാഭ്യാസ പദ്ധതിയുടെ പരീക്ഷണഘട്ടത്തിന് നാളെ തുടക്കമാകും. അബുദാബിയിലെ 9 സർക്കാർ സ്കൂളുകളിലും 9 സ്വകാര്യ സ്കൂളിലുമാണ് പദ്ധതിയുടെ പരീക്ഷണം ആരംഭിക്കുന്നത്. UAE-യിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസം നിർബന്ധമാക്കി കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് അബുദാബി കിരീടാവകാശിയും UAE സായുധസേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപനം നടത്തിയത്. അധ്യയന വർഷത്തിന്റെ 2ാം പാദം ആരംഭിക്കുന്ന ഞായറാഴ്ചയാണ് പദ്ധതിയുടെ പൈലറ്റ് അബുദാബിയിലെ സ്കൂളുകളിൽ നടപ്പാക്കുന്നത്. ഈ ഘട്ടത്തിൽ 2000 വിദ്യാർത്ഥികൾക്ക് വിഷയം പഠിപ്പിക്കും. സ്വഭാവം, ധാർമ്മികത, വ്യക്തിയും സമൂഹവും, സാമൂഹിക പഠനം, സാംസ്കാരിക പഠനം എന്നിങ്ങനെ 4 യൂണിറ്റായാണ് ധാർമ്മിക പഠനം. പൈലറ്റ് പദ്ധതി സംബന്ധിച്ച് രക്ഷിതാക്കൾ, വിദ്യാഭ്യാസ വിദഗ്ധർ എന്നിവരിൽ നിന്ന് പ്രതികരണം ആരാഞ്ഞ ശേഷമായിരിക്കും മുഴുവൻ സ്കൂളുകളിലും ധാർമ്മിക വിദ്യാഭ്യാസ പദ്ധതി നിർബന്ധമാക്കുക. പൈലറ്റ് പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളിൽ സാമൂഹിക പാഠത്തിന്റെ ഭാഗമായി ആഴ്ചയിൽ ഒരിക്കലായിരിക്കും ധാർമ്മിക പാഠങ്ങൾ പഠിപ്പിക്കുക. സർക്കാർ സ്കൂളുകളിൽ അറബിയും വിദേശ പാഠ്യക്രമമുള്ള സ്കൂളുകളിൽ ഇംഗ്ലീഷുമായിരിക്കും പഠനമാധ്യമം. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച ദാനധർമ്മ വർഷത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പദ്ധതി ഉപകാരപ്പെടുമെന്ന് അബുദാബി വിദ്യാഭ്യാസ സമിതി അഭിപ്രായപ്പെട്ടു. മീഡിയ 1, അബുദാബി. റിയാദ് തിരുവനന്തപുരം സെക്ടറിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുന്നു. കോഴിക്കോട് സർവീസുകൾക്ക് തിരുവനന്തപുരത്തേക്ക് കണക്ഷൻ നൽകിയാണ് പുതിയ ഷെഡ്യൂളുകൾ പ്രഖ്യാപിച്ചത്. അടുത്ത മാസത്തോടെ റിയാദ് കോഴിക്കോട് സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും തീരുമാനമായി. റിയാദിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുന്നു. നിലവിൽ കോഴിക്കോട്ടേക്കുള്ള സർവീസ് ജനുവരി 16 മുതൽ തിരുവനന്തപുരത്തേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്ന് എയർ ഇന്ത്യ റിയാദ് സ്റ്റേഷൻ മാനേജർ കുന്ദൻലാൽ ഗോത്വാൾ അറിയിച്ചു. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം 1:15 റിയാദിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം രാത്രി 8:45 കോഴിക്കോട്ടെത്തും. അവിടെ നിന്ന് 10:50 പുറപ്പെട്ട 11:45 തിരുവനന്തപുരത്തെത്തും വിധത്തിലാണ് ഷെഡ്യൂൾ ക്രമീകരിച്ചത്. തിരികെ രാവിലെ 7-നാണ് തിരുവനന്തപുരത്ത് നിന്ന് വിമാനം പുറപ്പെടുക. 7:55 കോഴിക്കോട്ടെത്തി 9:15 റിയാദിലേക്ക് പറക്കും. പ്രാദേശിക സമയം 11:45 റിയാദിലെത്തും. റിയാദ് കരിപ്പൂർ സർവീസുകളുടെ എണ്ണം ഫെബ്രുവരി 18 മുതൽ 5 വർദ്ധിപ്പിക്കാനും എയർ ഇന്ത്യ തീരുമാനിച്ചു. നിലവിലുള്ള ഷെഡ്യൂളുകൾക്ക് പുറമെ ശനിയാഴ്ച കൂടി സർവീസ് ഉണ്ടാകും. ഇതേ സർവീസിന് തിരുവനന്തപുരത്തേക്ക് കണക്ഷനും ലഭ്യമാക്കുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. റിയാദിൽ നിന്ന് 30 കിലോ ബാഗേജും തിരികെ 20 കിലോ ബാഗേജുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അനുവദിക്കുക. മീഡിയ 1, റിയാദ്. ദോഹ ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഹൈടെക് സ്കാനിംഗ് മെഷീനുകൾ സ്ഥാപിച്ച് സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തുന്നു. സ്മാർട്ട് പാസഞ്ചർ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കുന്ന ഹൈടെക് സ്കാനറുകളിലൂടെ നിരോധിത വസ്തുക്കൾ പൂർണ്ണമായി കണ്ടെത്താൻ കഴിയും. മനുഷ്യസഹായമില്ലാതെ യാത്രാ നടപടികൾ എളുപ്പമാക്കാനും ഇതുവഴി സാധിക്കും. ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യയിലുള്ള സ്കാനിംഗ് മെഷീനുകളാണ് ദോഹ ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ പുതുതായി സ്ഥാപിക്കുന്നത്. ലോകത്തിലാദ്യമായി ഹൈടെക് സ്കാനിംഗ് മെഷീൻ സംവിധാനിക്കുന്ന വിമാനത്താവളമെന്ന ഖ്യാതിയും ഇതോടെ HIAക്ക് സ്വന്തമാകും. സ്മാർട്ട് പാസഞ്ചർ പദ്ധതിയുടെ ഭാഗമായി HIAയുടെയും എയർപോർട്ട് പാസ്പോർട്ട് വകുപ്പിന്റെയും പങ്കാളിത്തത്തോടെയാണ് സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തുന്നത്.
മനുഷ്യസഹായമില്ലാതെ വിമാനത്താവളത്തിലെ എല്ലാ യാത്രാ നടപടികളും ഇലക്ട്രോണിക് വൽക്കരിക്കുന്നതാണ് പുതിയ സംവിധാനം. ഹൈടെക് സ്കാനിംഗ് മെഷീനിലൂടെയാകും യാത്രക്കാർ കടന്നുപോകുന്നത്. യാത്രാ നടപടികൾ പൂർത്തിയാക്കുന്നതും ലഗേജ് രജിസ്റ്റർ ചെയ്യുന്നതും ഭാരം അളക്കുന്നതും ബോർഡിംഗ് പാസ് എടുക്കുന്നതുമെല്ലാം ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെയാകും. ഈ ഗേറ്റ് വഴി ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി ഫ്ലൈറ്റിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. നിരോധിത വസ്തുക്കളുമായി എത്തുന്ന യാത്രക്കാരെ എളുപ്പത്തിൽ കണ്ടെത്താനും ഹൈടെക് സ്കാനറുകൾക്ക് കഴിയും. ഇതോടെ യാത്രക്കാരുടെ നീണ്ട ക്യൂ ഒഴിവാക്കാനും നടപടികൾ സുഗമമാക്കാനും സാധിക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. കുവൈത്തിലെ സർക്കാർ ആശുപത്രികളിൽ വിദേശികളുടെ സേവന ഫീസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും പരിശോധനാ ഫീസ് കൂട്ടില്ലെന്ന് അധികൃതർ. ആരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതനുസരിച്ച് ക്ലിനിക്കുകളിൽ ഡോക്ടറെ കാണാനെത്തുന്ന വിദേശികൾ 1 ദിനാറും ആശുപത്രികളിലെത്തുന്നവർക്ക് 2 ദിനാറും നൽകിയാൽ മതി. എക്സ്റേ, സ്കാനിംഗ്, ലബോറട്ടറി പരിശോധന തുടങ്ങിയ മെഡിക്കൽ സർവീസുകൾക്ക് മാത്രമാണ് വിദേശികൾക്ക് ഫീസ് വർധന ഏർപ്പെടുത്തിയതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. റിയാദിൽ 2 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. സുരക്ഷാ ഏറ്റുമുട്ടലിന്റെ വിശദാംശങ്ങൾ ആഭ്യന്തര മന്ത്രാലയം ഉടൻ പുറത്തുവിടും. അസീറിലെ സൈനിക പരിശീലന കേന്ദ്രത്തിലുണ്ടായ ചാവേർ ആക്രമണവുമായി ബന്ധപ്പെട്ടവരാണ് കൊല്ലപ്പെട്ടവർ. തായിബ് ബിൻ സാലിമ സുവൈരി, തലാൽ ബിൻ സമ്രാന സായിദി എന്നീ പേരുകളിലുള്ള സ്വദേശികളാണ് കൊല്ലപ്പെട്ട തീവ്രവാദികൾ. സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ സുരക്ഷാ വിഭാഗവുമുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇവർ കൊല്ലപ്പെട്ടത്. തലസ്ഥാന നഗരിയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്തുള്ള അൽയാസ്മീൻ വില്ലേജിൽ കേന്ദ്രീകരിച്ച തീവ്രവാദികളുടെ സങ്കേതം കീഴടക്കാൻ സുരക്ഷാസേന നടത്തിയ ശ്രമത്തിനിടെയാണ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടത്. ഇവരുടെ കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടായിരുന്നതായും സുരക്ഷാ വിഭാഗം കണ്ടെത്തി. 2015 ആഗസ്റ്റ് 6-ന് സൗദിയുടെ വടക്കൻ മേഖലയിലെ അസീർ പ്രവിശ്യയിൽ സൈനിക പരിശീലന കേന്ദ്രത്തിൽ ചാവേർ ആക്രമണം നടത്തിയവരുമായി ബന്ധമുള്ളവരാണ് തീവ്രവാദ സങ്കേതത്തിലുണ്ടായിരുന്നതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അസീർ ആക്രമണത്തിൽ 11 സൈനികരും 4 ബംഗ്ലാദേശ് ജോലിക്കാരും കൊല്ലപ്പെടുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അലിയാസ്മിൻ വില്ലേജിലെ സ്വദേശിയുടെ വീടാണ് തീവ്രവാദികൾ അവരുടെ കേന്ദ്രമായി സ്വീകരിച്ചിരുന്നത്. ഈ സങ്കേതം ശനിയാഴ്ച രാവിലെ മുതൽ സുരക്ഷാസേന വളഞ്ഞിരിക്കുകയായിരുന്നു. ബലപ്രയോഗത്തിലൂടെ സങ്കേതം കീഴടക്കിയതിനാലാണ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടത്. അസ്ഹർ പുളിയിൽ, മീഡിയ 1, റിയാദ്. ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കുവൈത്ത് നഗരകാര്യമന്ത്രി മുഹമ്മദ് അൽ ജബ്രി മുന്നറിയിപ്പ് നൽകി. ഷുവൈഖ്, അൽറായി മേഖലകളിൽ അടുത്തിടെ നടന്ന പരിശോധനയിൽ കാലാവധി കഴിഞ്ഞ് 34.5 ടൺ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടിയതിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ മുന്നറിയിപ്പ്. പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെ മന്ത്രി അഭിനന്ദിച്ചു. ഭക്ഷ്യസുരക്ഷാ പരിശോധനയിൽ പിടികൂടിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. കുവൈത്തിൽ പ്രതിദിനം 5 മില്യൺ കുപ്പൂസ് നിർമ്മിക്കുന്നതായി വെളിപ്പെടുത്തൽ. എർമുക്കിലെ കമ്പനിയുടെ ആസ്ഥാനം സന്ദർശിച്ച ശേഷം നടത്തിയ പ്രസ്താവനയിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയർ ഫറഹൽ ഹുരിയത്തിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. വെളുപ്പും തവിട്ടും നിറങ്ങളിലുള്ള ഒരു കുപ്പൂസിന്റെ തൂക്കം 95 ഗ്രാമാണ്. സബഹാനിലെ പ്രധാന കമ്പനിയിൽ നിന്ന് നിർമ്മിക്കുന്ന കുബൂസുകളാണ് രാജ്യത്തെ മറ്റ് ബേക്കറികളിലേക്ക് എത്തുന്നത്. കുബൂസ് നിർമ്മാണത്തിന് ആവശ്യമായ മാവ് കുവൈത്തിൽ തന്നെയാണ് സംസ്കരിച്ചെടുക്കുന്നത്. ഒരു ദിവസം 28 ടൺ മാവ് കുബൂസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്നും ഹുരിയത്തി കൂട്ടിച്ചേർത്തു. സയൻസ് ഇന്റർനാഷണൽ ഫോറം കുവൈത്ത് ശാസ്ത്ര പ്രതിഭാ മത്സരം 12-ന് വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നടത്തും. നിർദ്ദിഷ്ട സ്റ്റഡി മെറ്റീരിയൽ, പൊതുവിജ്ഞാനം, അതത് ക്ലാസ്സിലെ ശാസ്ത്ര വിഷയം എന്നിവ അടിസ്ഥാനമാക്കി ഒബ്ജക്റ്റീവ് മാതൃകയിൽ 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ജൂനിയർ, സീനിയർ വിഭാഗങ്ങളായാണ് മത്സരങ്ങൾ നടക്കുക. പൊതുവിജ്ഞാന വിഭാഗത്തിൽ സിഫ് കുവൈത്ത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന ഡിസ്കവർ ഇ മാഗസിനിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടാകും. അറേബ്യൻ റോക്ക് സ്റ്റാർസിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 13-ന് സൗദിയിലെ ജുബൈലിൽ കലാപരിപാടികൾ നടക്കും. വിസ്മയരാവ് എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി കെ ബി ഗണേഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്യും. ചിത്രപ്രദർശനം, മെഡിക്കൽ ക്യാമ്പ്, പുസ്തക പ്രദർശനം തുടങ്ങിയവയും നടക്കും. സംഘടനാ ഭാരവാഹികളായ സതീഷ് കുമാർ, പ്രവീൺ കുമാർ, S അജയകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. KMCC കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ 4ാമത് ശിഹാബ് തങ്ങൾ മാനവസേവാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ കല്ലായി, മതപണ്ഡിതൻ KT അബ്ദുള്ള മൗലവി, സാഹിത്യകാരൻ P സുരേന്ദ്രൻ എന്നിവർക്കാണ് പുരസ്കാരം. അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, NG ഹാഷിം, UP മുസ്തഫ എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ കണ്ടെത്തിയത്. ജനുവരി 2-ാം വാരം കേരളത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികളായ VK മുഹമ്മദ്, ഹാഷിം നിർവേലി എന്നിവർ അറിയിച്ചു. ചിത്രരചനയിൽ തൽപരരായ ഖത്തറിലെ മലയാളി വിദ്യാർത്ഥികൾക്കായി മലർവാടി ബാലസംഘം ദോഹയിൽ സംഘടിപ്പിച്ച ചിത്രരചനാ ക്യാമ്പ് പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. 200ഓളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. തുടർച്ചയായ 6ാം വർഷമാണ് മലർവാടി ബാലസംഘം ദോഹയിൽ ചിത്രരചന ശില്പശാല സംഘടിപ്പിച്ചു വരുന്നത്. 8 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള 200ഓളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു.
രക്ഷിതാക്കളുടെ ആവശ്യം പരിഗണിച്ച് ഉടൻ തന്നെ കൂടുതൽ വിപുലമായ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. നമുക്ക് എല്ലാ കുട്ടികളെയും രജിസ്റ്റർ ചെയ്യുവാനോ മുഴുവൻ ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച മുഴുവൻ കുട്ടികളെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആയതുകൊണ്ട് തന്നെ മലർവാടി ഇത്തരത്തിലുള്ള ഒരു വർക്ക്ഷോപ്പ് അടുത്ത് തന്നെ വീണ്ടും ഒരുക്കുന്നതാണ്. ഖത്തർ ചാരിറ്റിയുടെ സഹകരണത്തോടെ ഫ്രണ്ട്സ് കൾച്ചറൽ സെന്ററിൽ വെച്ച് നടന്ന ശില്പശാലയ്ക്ക് ചിത്രകലാധ്യാപകൻ ബൈജു നീഡൂർ നേതൃത്വം നൽകി. അക്രിലിക് പെയിന്റിംഗിലാണ് ഇത്തവണ കുട്ടികൾക്ക് പരിശീലനം നൽകിയത്. FCC എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹബീബ് റഹ്മാൻ കീശേരി ഉദ്ഘാടനം ചെയ്തു. മലർവാടി ചീഫ് കോർഡിനേറ്റർ സിയാദ് മാലിക് സ്വാഗതവും സെക്രട്ടറി ഷംസുദ്ദീൻ കണ്ണോത്ത് നന്ദിയും പ്രകാശിപ്പിച്ചു. മീഡിയ 1 ദോഹ. മലപ്പുറം സ്വദേശി അബുദാബിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. കൂട്ടിലങ്ങാടി മൊട്ടമ്മൽ കിളിയിൽ വീട്ടിൽ അലവി ഹാജ്ര ദമ്പതികളുടെ മകൻ ഫിറോസാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. അബുദാബി ഹംദാൻ റോഡിൽ മുബാഷിർ കഫറ്റേരിയയിലെ ജീവനക്കാരനായിരുന്നു. ഭാര്യ സുലൈഖ, 2 മക്കളുണ്ട്. ഷെയ്ഖ് ഖലീഫ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും. മീഡിയ സ്റ്റവർ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. നമസ്കാരം.